ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇന്നലെ നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് റമദാൻ ട്രാക്കർ ചെയ്യാനായിരുന്നു. അപ്പോൾ ഒരു ബുക്കൊക്കെ എടുത്തിട്ട് റെഡി ആയിക്കോളൂ, നമുക്കത് ചെയ്യാം. ഞാൻ 2025 ട്രാക്കറും അതുപോലെ മന്ത്ലി ട്രാക്കറും ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ബുക്ക് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെയ്യാനിരുന്നപ്പോൾ മനസ്സിൽ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. കുറേ പാറ്റേൺ പേപ്പർ പോലത്തെ പീസസ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എന്തോ ഒരു മടി ഇടയിൽ കൂടെ കയറി വന്നതാണ്. അത് പിന്നെ നമുക്ക് ഒത്തിരി അല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് പേജ് അങ്ങോട്ട് കുറയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ഡെക്കോർ ചെയ്യാം. ഡെക്കോറൊന്നും പറയാനില്ല, ജസ്റ്റ് എൻ്റെ കയ്യിൽ ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു, ഒരു വിൻറ്റേജ് തീമിലൊക്കെ വരുന്നത്, അതൊന്ന് ഒട്ടിച്ചു. പിന്നെ അത് ഇതുപോലെ റമദാൻ എന്ന് എഴുതിയിട്ട് ഒന്ന് ഒട്ടിച്ചു എടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ കവർ പേജ്. നെക്സ്റ്റ് പേജിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഖുർആൻ ട്രാക്കറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ട്രാക്കർ എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഓർഗനൈസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യണം, നമുക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഒരാളെ കോപ്പി ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. സോ ഞാനിവിടെ എനിക്ക് വേണ്ട കാര്യങ്ങളാണ് ആഡ് ആക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഞാൻ ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ളതൊക്കെ പിൻട്രസ്റ്റിൽ നിന്നാണ്. അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ഐഡിയാസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഖുർആൻ ട്രാക്കർ എന്നല്ല ഉദ്ദേശിച്ചത്, നമുക്ക് സാധാരണ നമ്മൾ നോർമലി ഖുർആൻ ഓതുന്ന പോലെ ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഖത്തം തീർക്കുമല്ലോ നമ്മൾ, അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 6 കോളംസ് വേണം. 6 കോളംസ് എന്തിനാന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഡേയ്സ് ആണ്, അതായത് ഫസ്റ്റ് നോമ്പ്, സെക്കൻഡ് നോമ്പ്, അങ്ങനെ. പിന്നെ 5 കോളംസ് ഉള്ളതിൽ ഹെഡിങ് നമ്മൾ സുബഹി, ലൊഹർ, അസർ, മഗ്രിബ്, ഇഷ അങ്ങനെ കൊടുക്കുക. സുബഹി എന്നുള്ള ഫജർ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റോസ് 30 or 29 നോമ്പാവല്ലോ, അപ്പോൾ നമുക്ക് 30 നോമ്പ് അങ്ങനെ കൊടുക്കാം. നമുക്ക് 30 റോസും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡേയ്സ് എന്നുള്ളതിൽ 1, 2, 3 അങ്ങനെ 30 വരെ ഇട്ട് കൊടുക്കുക. ഈ ഖുർആൻ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. പെട്ടെന്ന് ഓതി പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുറഞ്ഞിട്ട് ഓതുന്നവരുണ്ടാവും. കുറവ് മീൻസ് അങ്ങനെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ സമയത്തിൻ്റെ കാര്യത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലരൊക്കെ റമദാനിൽ തന്നെ മീൻ 1, 2, 3 അതിൽ കൂടുതലൊക്കെ തീർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഓതാറ് അതുപോലെ നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ നമസ്കാരത്തിന് ശേഷം 4 പേജാണ് എഴുതിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു നോർമൽ അറബിക് ഖുർആൻ വെച്ചിട്ട് 604 604 പേജസാണ് വരുന്നത്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ നമസ്കാരത്തിന് ശേഷം നമ്മൾ 4 പേജ് വെച്ച് ഓതിയാൽ അത് കംപ്ലീറ്റ് ആകും. 30 ദിവസത്തെ ചലഞ്ച് ഇട്ട് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ആക്കണമെന്നില്ല, നമുക്കിഷ്ടമുള്ള പോലെ. ചില സമയത്ത് നമ്മൾ എന്താ പറയുക, ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഓതാമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളെ ഇതിനനുസരിച്ചിട്ട് വരും. തൽക്കാലം നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡേ 1ൻ്റെ നേരെ ഫജർ എഴുതിയിട്ട് 1 to 4 ആണ്. പിന്നെ ലുഹർ എഴുതിയിട്ട് 5 to 8 കേട്ടോ. ഞാൻ ഒന്ന് എഴുതി തെറ്റിയിട്ടുണ്ടായിരുന്നു. 5 to 8 ആണ് വരിക. പിന്നെ 8 to 12 അങ്ങനെ എഴുതി പോവാം. അങ്ങനെ ദേ ഇപ്പുറത്തെ പേജിലെത്തുമ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ 13ൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആവും. പിന്നെ ഈ ഓരോ ഖുർആൻ്റെ സൈസ് അനുസരിച്ചിട്ടും പേജ് നമ്പറൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ചെറിയ ഖുർആനാണെങ്കിൽ പേജ് നമ്പേഴ്സ് കുറവാകും. അപ്പോൾ അങ്ങനത്തെ ഖുർആനിലാണ് നിങ്ങൾ ഓതുന്നതെങ്കിൽ എത്ര പേജസ് ഉണ്ട് നോക്കുക, അതിന് ജസ്റ്റ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഓരോ നമസ്കാരത്തിന് ശേഷം എത്ര പേജ് ഓതണം എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ കോളം ഒന്ന് കളർ ചെയ്തിട്ട് നമുക്കിത് ട്രാക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പേജിൽ വന്നിട്ട് ഒരു തറാവി ട്രാക്കറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഏതാണ് ബ്ലൂ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒരു തറാവി എഴുതുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് കോളംസും റോസൊക്കെ വേണം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഡേയ്സിനൊരു കോളം വേണം. എന്നിട്ട് നമ്മൾ 1 to 3 നേരത്തെ പറഞ്ഞ പോലെ 30 ഡേയ്സിൻ്റെ എഴുതണം. പിന്നെ അതിനപ്പുറത്തൊരു കോളത്തിൽ ഞാൻ എസ് ഓർ നോ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ടിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ക്രോസ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ എസ് എഴുതാ നോ എഴുതാ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പേജ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു പോസ്റ്റും കൂടെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആവാനായല്ലോ, അപ്പം ഏത് ടൈമിലാണ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ നിങ്ങൾ കാണുക അപ്ലോഡ് ചെയ്താൽ. അപ്പം ആ ഒരു ബെസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കമൻ്റ് ഒന്നും കണ്ടില്ല. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ.
പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു ഖുർആൻ ജേർണലിങ്. അപ്പോൾ ഞാനതിൻ്റെ ഇൻസ്പിറേഷൻസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിൻട്രസ്റ്റിൽ. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ അത് നമ്മളങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യം. നമ്മൾ കുറേ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി, മീൻസ് നമ്മൾ ഏത് സൂറത്തിനെ കുറിച്ചിട്ടാണോ എഴുതുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ വേണം ചെയ്തു പോവാൻ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഖുർആൻ ജേർണലിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. സോ ഇതാണ് നമ്മുടെ തറാവി ട്രാക്കർ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഹൈഡ്രേഷൻ ട്രാക്കറാണ്. അതായത് നമ്മുടെ വാട്ടർ കണ്ടൻറ്റ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ കാലാവസ്ഥയെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല ചൂടാണ്. സോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഫാസ്റ്റിങ്ങും കൂടെ ചെയ്യുമ്പം എന്തായാലും നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് ബോഡിയിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പം തന്നെ നമുക്കത് റിലേറ്റഡ് കുറേ ഡിസീസ്, ഇപ്പോൾ മഞ്ഞപ്പിത്തം, മുതിർത്തുപഴുപ്പ്, യൂറിൻ ഇൻഫെക്ഷൻസ്, അങ്ങനത്തെ കുറേ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട് ഇപ്പോൾ. അതാരും മറന്നു പോകരുത്. ഞാൻ ഉൾപ്പെടെ കൂടുതൽ പേരും ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ അത്താഴത്തിന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് കുറേ വെള്ളം കുടിക്കും. പിന്നെ നമ്മൾ ഫാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും മീൻസ് നോമ്പ് തുറക്കുമ്പം അപ്പോഴും കുറേ വെള്ളം കുടിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ കിടക്കാനൊക്കെ ടൈം ഉണ്ടെങ്കിലും ആ സമയത്തൊന്നും നമ്മൾ അധികം വെള്ളം കുടിക്കാറില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാലും നമ്മൾ കുടിക്കേണ്ട ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എത്ര ലിറ്റർ ആണോ നിങ്ങൾ നോർമലി ഇല്ലേ, ഇപ്പോൾ ഒരു 4 ലിറ്ററൊക്കെ എന്തായാലും കുടിക്കണം എന്നാണല്ലോ പറയാറ്. 4 തന്നെയാണോ എനിക്ക് അറിഞ്ഞുകൂടാ, തെറ്റിപ്പോയെങ്കിൽ സോറി. അപ്പോൾ എന്തായാലും ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം മാക്സിമം. അപ്പോൾ ഈ ഒരു ട്രാക്കിങ് ഞാൻ അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ജസ്റ്റ് 30 ഡേ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, അതിൽ 30 ഡേയ്സിന് വേണ്ടിയിട്ടും അടുത്ത കോളത്തിൽ ജസ്റ്റ് കുഞ്ഞി ഗ്ലാസസ് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വരച്ച് അവസാനം 5 ഗ്ലാസ് വരച്ചു. അപ്പോൾ ഞാൻ ഓരോ ഗ്ലാസ്സിനെയും ഓരോ ലിറ്ററിനാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. അതിപ്പോൾ 5 ലിറ്ററൊന്നും എന്തായാലും കുടിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാനൊരു 4 ആണ് കേട്ടോ ഉദ്ദേശിച്ചത്, പക്ഷേ അറിയാതെ വരച്ചു പോയതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്ലാസസ് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സെക്കൻഡ് നമ്മളിതുപോലെ വരച്ച് പോവുക. എന്നിട്ട് നമ്മൾ ഓരോ ഗ്ലാസ് ഞാൻ പറഞ്ഞു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ ലിറ്റർ ആണ്. അപ്പോൾ 1 ലിറ്റർ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്ലാസ്സിന് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുക. 2 ലിറ്റർ ആണെങ്കിൽ 2 ഗ്ലാസ് കളർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇത് ട്രാക്ക് ചെയ്ത് പോവാം. ഇതല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇപ്പോൾ ഫില്ല് ചെയ്ത് പോകണില്ല ഒന്നും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഐഡിയാസ് മാത്രം കാണിച്ചു തരുന്നുള്ളൂ, വേറെ ഒന്നുമല്ല. ഞാൻ വിചാരിച്ചു എന്തായാലും നോമ്പൊക്കെ നോക്കുമ്പോൾ നമുക്ക് ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്നും കൂടി ഉഷാറായിട്ട് ഇരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ഉഷാറായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചെയ്ത് പോവാമെന്ന് കരുതി കേട്ടോ. ഇനി നെക്സ്റ്റ് പേജ് വന്നിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ചെയ്തതായിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത് വന്നപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. എന്നാലും കുഴപ്പമില്ല. എഗെയിൻ ഒരു ഖുർആൻ ട്രാക്കർ തന്നെയാണെന്ന് പറയാം. ജസ്റ്റ് ഖുർആൻ എഴുതി കൊടുത്തിട്ടുണ്ട് മുകളിൽ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മന്ത്ലി ട്രാക്കറിലൊക്കെ നമ്മൾ ബുക്സ് റീഡ് ചെയ്യുന്നത് ഇതുപോലെ വരച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഖുർആനിലെ ഇതുപോലെ നമ്മൾ ബുക്ക് ഇങ്ങനെ ഷെൽഫിൽ അട്ടിക്കട്ടിക്ക് വെക്കുമല്ലോ നമ്മൾ, അതുപോലെയാണ് കേട്ടോ ജസ്റ്റ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഇത് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് വെച്ചിട്ട് അതൊന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് വരച്ചിട്ടെടുക്കുകയാണ്. ഇനി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഓരോ ബുക്സിലും നമുക്ക് ഓരോ സൂറൻ്റെ നെയിം എഴുതി കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ അൽ ഫാത്തിഹ അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അൽ ബക്കറ അങ്ങനെ നമ്മൾ എഴുതി മൊത്തം നമുക്ക് 114 സൂറത്ത് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത്രയും ബുക്സോടെ വരക്കണം. ഞാൻ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ, നെക്സ്റ്റ് പേജിനും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി പോവുക. എന്നിട്ട് ഈ ഓരോ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് കളർ ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്തല്ലേ, അത് നമ്മൾ അങ്ങനെ ചെയ്ത് പോയാൽ മതിയില്ലെന്നൊക്കെ കരുതുന്നവരുണ്ടാവും. ശരി തന്നെയാണ്. പക്ഷേ ഈ നമ്മളെ കുഞ്ഞു മക്കളും ഒക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഒന്നും കൂടിയും അത് ആക്റ്റീവായിട്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ട്രാക്കറൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊരു എന്താ പറയുക, ഒരു ത്വര ഉന്മേഷം എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് സത്യം പറയട്ടെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് അൽഫാത്തിഹ ഒന്ന് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എങ്ങനെ ആയിരിക്കും ഈ പിക്ചർ ഫുൾ ഇങ്ങനെ പല കളേഴ്സ് വരുമ്പോൾ നല്ല അടിപൊളി ആയിരിക്കും അല്ലേ, അങ്ങനെ ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഒന്നും കൂടി സ്പീഡപ്പായിട്ട് ഇതൊക്കെ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു ഉഷാറ് അത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ട്രാക്കിംഗ് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് നമ്മൾ ആ ഷെൽഫ് പോലെ വരച്ചെടുത്തൊക്കെ ഒരു യെല്ലോ കളർ വെച്ചിട്ട് കുറച്ച് കളറിങ് ചെയ്തിട്ടുണ്ട്. ഇനി
ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കി ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ സ്റ്റിക്കേഴ്സൊക്കെ എങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണം എന്നൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ ചിലയിടത്ത് മാത്രം ഒരു കോട്ട് പോലെയൊക്കെ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ബ്രഷ് പെൻസ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഖുറാൻ ട്രാക്കറിൻ്റെ അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ബിസ്മില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 2 ഫ്ലവറും ഇതൊക്കെ വരച്ചിട്ട് ഒന്ന് കളർ ചെയ്തിട്ട് കൊടുക്കുവാണ്. പിന്നെ അത് കംപ്ലീറ്റ് ആയ ആ ഒരു പേജിൽ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ജസ്റ്റ് ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് പെൻസ് വെച്ചിട്ട് 3 കളേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തറാവിൻ്റെ അവിടെ ജസ്റ്റ് 2 കുഞ്ഞു ഫ്ലവേഴ്സും ഹൈഡ്രേഷൻ ട്രാക്കറിൻ്റെ അവിടെ ജസ്റ്റ് ഒരു കപ്പ് വരച്ചിട്ട് അതിൽ വാട്ടർ എഴുതിയിട്ട് അതും ഒന്ന് ബ്ലൂ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റമദാൻ ട്രാക്കർ. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെയൊക്കെ ട്രാക്കിങ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. സോ ഒന്ന് ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റമദാൻ പേജ് ഉണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ഖുറാൻ ട്രാക്കറാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഓരോ നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ ചെയ്യണം കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇനി പറയുന്നില്ല. നെക്സ്റ്റ് പേജിലും അത് തന്നെയാണ്. അടുത്ത പേജിലും അതിൻ്റെ ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്. അതിൻ്റെ താഴെ പിന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ബ്ലാങ്ക് ആയി കിടക്കേണ്ടെന്നാണ് വിചാരിച്ചിട്ട് അതും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ തറാവി ട്രാക്കറാണ്. അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എസ്സോറിനോ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ ഹൈഡ്രേഷൻ ട്രാക്കറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടുള്ള പേജും അത് തന്നെയാണ് വരുന്നത്. പിന്നെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ഖുറാൻ ട്രാക്കറും കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഒരു ബുക്സ് ഷെൽഫിൽ അറേഞ്ച് ചെയ്ത പോലെ ആ ഒരു തിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റമദാൻ ട്രാക്കർ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.